അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടത് എല്ലാവരും വരിടോ ഹൗസി. അപ്പോൾ അതെ നാത്തുമാരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും വീടിൻ്റെ കാര്യം നോക്കേണ്ട, കാരണം ഈ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളാണ് ഇങ്ങനെ അലങ്കലായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഓഡിറ്റോറിയത്തേക്ക് പോകാൻ പോവുകയാണ്. ഹൗസിയൊക്കെ അത് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. അതുപോലെ നാത്തുമാരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോവാണ്. നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ എത്ര പുറത്തിറങ്ങിയിട്ട് നമ്മൾ മാറ്റിക്കൊണ്ട് ഒരുങ്ങി കഴിയണില്ല. പിന്നെ അതായത് നമ്മുടെ ഡെക്കറേഷൻസൊക്കെ അടിപൊളിയായി നടക്കുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പെണ്ണിനെ നേരെ കൂട്ടി വരുന്നത് വീട്ടിലോട്ടാണ്, ഓഡിറ്റോറിയത്തിലോട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ റിസപ്ഷനാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പാട്ടും ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ പുതിയാപ്പിള വരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഇറങ്ങി അവിടെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മക്കളൊക്കെ അതെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കട്ടെ. ഞാൻ ഓഡിറ്റോറിയത്തിലോട്ട് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇത് നമ്മളെ കണ്ണൂരുള്ള ആളിയൻ്റെ ഫ്രണ്ടും വൈഫൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസം അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്കുള്ള യാത്രയിലാണ്. മക്കളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി കയറാൻ നോക്കുമ്പോൾ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മാൻ്റെ അടുത്തൊക്കെ വന്നപ്പോൾ നമുക്ക് അവർക്ക് ഓഡിറ്റോറിയം കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അവരെ കൂടെ നടന്നു പോകുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ച് കൊണ്ട് പോന്നാൽ മതി കേട്ടോ നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട്. അടുത്താത്തൊക്കെ ഇതേ വണ്ടിയിൽ വന്നുകൊണ്ട് തന്നെ അവർ നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നടന്നിട്ട് വേണ്ട ഇങ്ങോട്ട് എത്താൻ. പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു ഹീലുള്ള ചെരുപ്പായതുകൊണ്ട് എനിക്ക് വീണ്ടും നടന്ന് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇതേ ഉമ്മാൻ്റെ ഫാമിലി മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ലേറ്റായി പോയി. ഉമ്മാൻ്റെ ഫാമിലി തന്നെ ഉപ്പാൻ്റെ ആൾക്കാരും വല്യമാരുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പട്ടാമ്പിയിൽ നിന്ന് വരുന്നവരാണ്. അവരൊക്കെ നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളാണ് കുറച്ച് ലേറ്റായി പോയത്. അങ്ങനെതാ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, നമ്മുടെ സഹീറ, അവരുടെ ഹസ്ബൻഡ് അരിക്കയും കോട്ടക്കൽ നാട്ടിൽ വരുന്നത്. അങ്ങനെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരെയും വിളിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ചെക്കന് 1:30 ആകുമ്പോൾ ഇവിടുന്ന് പുതിയാപ്പിള ഇറങ്ങും. 3 മണിക്കാണ് നിക്കാഹ്. പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. പരപ്പനങ്ങാടിയാണ് പെണ്ണിൻ്റെ വീട്. അതുകൊണ്ട് കുറച്ച് ലോങ് ആയത് കൊണ്ട് തന്നെ നമ്മൾ 1:30 ഇവിടുന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നവരെല്ലാം നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ചേന്ദ്ര ടീം മൊത്തം എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും 2 ആൾക്കാരുടെ കുറവുണ്ട്. അവർ വരാം, വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഇതാ അവർ വന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഇതിൻ്റെ എളിമയും ഷനാത്തിയാണ് ഇവരെ കൂടെ ഞാൻ ഇരുന്നുണ്ടായിരുന്നത്. കാരണം ഞങ്ങളെ ഗ്യാങ്ങിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരതേ തൊട്ടപ്പുറത്ത് തന്നെ ഇതേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരെ ഓപ്പോസിറ്റായിട്ട് പുറത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളിതേ ഭക്ഷണം കഴിച്ചു. നമ്മളെ കസിൻസ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ കാണാനും വയ്യ. അങ്ങനെ പിന്നെ പുതിയാപ്പിള ഇറങ്ങിയിട്ട് പുതിയാപ്പിള ഇറക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അമ്മായിനെ ഇവരൊക്കെ കണ്ടിരുന്ന ഭാഗത്ത് സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. എന്താ സംഭവം എന്നുള്ള അറിയില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും പറഞ്ഞ് ചെക്കൻ ഇറങ്ങിയിട്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി. അങ്ങനെ പിന്നെ നമ്മളിത് പെണ്ണിനെ വിളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ബസ്സിൽ കയറാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ബാവാൻ്റെ കൂടെ കേട്ടോ, അതായത് എൻ്റെ അടച്ചൻ്റെ കൂടെ കാറിലാണ് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിക്കാഹിൻ്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ വണ്ടിക്കാർ മാത്രമേ നിക്കാഹ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിക്കാഹ് നേരിൽ കാണാൻ പറ്റുന്ന നമ്മളിത് ഈ ഒരു വീഡിയോയും കൊണ്ട് നിക്കാഹ് കണ്ട് തൃപ്തിപ്പെട്ടു. അല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നിക്കാഹ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചെക്കൻ്റെ കൂടെ പെണ്ണിൻ്റെ ആങ്ങളമാരാണ് കേട്ടോ നിൽക്കുന്നത്. ആങ്ങളമാരൊക്കെ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അവർ കൂടുതൽ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വരാനോ ലേറ്റായി. എന്നാൽ പിന്നെ തിന്നുന്ന കാര്യത്തിൽ കുറച്ച് നേരത്തെ ആകാമെന്ന് കരുതി നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ്. അങ്ങനത്തെ നെയ്പ്പത്തലും ചിക്കൻ ഫ്രൈ മാത്രം എടുത്ത് ഞാൻ നല്ലോണം തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടെന്ന് ചോദിച്ചാൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സങ്കടം, നിൽക്കാവും കാണാൻ പറ്റില്ല, നേരത്തെ എത്താനും പറ്റില്ല. എന്നാലും അത് തിന്ന് തീർക്കാമെന്ന് കരുതി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. ഫുഡ് കഴിക്കലെങ്കിൽ ഇത് നമ്മൾ തിരിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലെത്തി. പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. ഒരു രസം അല്ലേ, ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ ചുറ്റിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ കൂടെ ഉണ്ടാകുന്ന ഒരു രസമല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ബാക്കിൽ നമ്മളെ റിലേറ്റീവ്സ് ആൻഡ് കസിൻസ് ആണ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു പിന്നെ പെണ്ണിൻ്റെ എൻട്രി ആയിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കേ.
പിന്നെ ഈ പെണ്ണ് വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കോപ്പിറൈറ്റ് വരുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെണ്ണ് വീട്ടിലെത്തുന്ന മുന്നേ നമുക്ക് അവിടെയൊക്കെ റെഡിയാക്കാനുണ്ട്. റിസപ്ഷൻ ആണല്ലോ വീട്ടിൽ വെച്ചിട്ട്. അപ്പം വേഗം എത്താമെന്ന് കരുതി നമ്മൾ പോയത് എൻ്റെ സലാംഖാൻ്റെ വണ്ടി തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതേ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചെക്കൻക്കും പെണ്ണിന് നേരത്തെ അടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് മംഗലത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി കുറുമ്പടി അങ്ങാടിയിലായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മളിതേ വീട്ടിലോട്ട് നടന്നു. അപ്പം ഏകദേശം നമ്മൾ കുറച്ച് ടീംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ വലിയപ്പാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം നോക്കിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നടന്നിട്ടാണെങ്കിൽ വീട്ടിലോട്ട് എത്തണമില്ല. ആണെങ്കിൽ എല്ലാവരും ഉണ്ടതാനും. റൂമൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം റെഡിയാക്കാമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ മൂത്തമാരും എല്ലാവരും ഇളയമാരൊക്കെ ഇതിവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ സ്റ്റേജൊക്കെ അടിപൊളിയായി ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ വെച്ച് സൂപ്പറായിട്ടുണ്ട്. നമ്മളിതാ പിന്നെ മണിയറതേ നമ്മൾ വല്ലാണ്ട് അലങ്കരിച്ചിട്ടൊന്നുമില്ല. ഇതേ രീതിയിൽ, അതായത് നോർമലായിട്ട് മറ്റേ അങ്ങനെ അലങ്കോലാക്കി ഇരുന്നതിലും വൃത്തിയാണല്ലോ ഇങ്ങനെ. ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, ബ്ലാങ്കറ്റൊക്കെ വിരിച്ചു, ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചെക്കൻ്റെ മണിയറ. നമ്മൾ നേരത്തെ പുറത്തോട്ട് വന്നു. ബാക്കി എൻ്റെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ നാളിന് ശേഷം ഞങ്ങളുടെ പാതിതാത്തൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷമായി സത്യം പറഞ്ഞാൽ ഇതേവർ കുറേ നാളായി ഞാനിവരെ കണ്ടിട്ട്. പിന്നെ എൻ്റെ വല്യമ്മ പിന്നെന്താണ്, പിന്നെ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി പെണ്ണെത്താനുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത് തന്നെ. നമ്മൾ പെണ്ണിനെ അങ്ങനെ ആനയിച്ചൊക്കെ കൊണ്ടിരുന്നുണ്ടല്ലോ, ആ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെന്താണ്, പിന്നെ പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുള്ളിലോട്ട് ആണുങ്ങളെ കണ്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കലാപരിപാടികളാണ്. അതുള്ള വീഡിയോസിലൊക്കെ നമ്മൾ സോങ്ങൊക്കെ ആഡ് ചെയ്ത് ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ചാൻസ് ഉണ്ട് വരാൻ. ചില വീഡിയോസിലൊന്നും വരാറില്ല. അതാണ് ഇതിൻ്റെ സോങ്ങൊക്കെ ഞാൻ വളരെ ശബ്ദം കുറച്ചിട്ടുള്ളത് കേട്ടോ. വോയിസ് കൊടുക്കാമെന്ന് കരുതിയത് അതുകൊണ്ടാണ്. സത്യം പറഞ്ഞതൊന്നും ഞാനെടുത്ത് വീഡിയോ അല്ല. അതൊക്കെ ഞാൻ എടുക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ ബാക്കിൽ വരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തന്നിട്ടുള്ളത് നമ്മളെ അനിയന്മാരും മറ്റാർക്കൊക്കെ എടുത്തിരിക്കുക അയച്ചതാണ്. അതൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ചെക്കനും പെണ്ണിയും ഇതേ സ്റ്റേജിലോട്ട് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഉപ്പിയും കൂടെ കേട്ടോ അവരുണ്ടാളി സ്റ്റേജിലോട്ട് കയറ്റുന്നത്. എന്നതിന് ശേഷമാണ് നമ്മൾ അവരെ വീട്ടിലോട്ട് കയറ്റുന്നത്. പെണ്ണിനെ വീട്ടിലോട്ട് അകത്തോട്ട് കയറ്റുമ്പോൾ ഫ്ലവർ കൊടുക്കുന്നത് ഉപ്പയാണ്. അതൊന്ന് കണ്ടോട്ടുണ്ടായിരുന്നു. കൈ പിടിച്ചോളി. തല പൊക്കിണ്ടോ നിങ്ങളെ കാണില്ല. അത് റൂം ഇതാണ്. വലിപ്പ ഇത് മരിയോളിതാ. അങ്ങനെതാ നമ്മുടെ മണവാട്ടിയെ നമ്മൾ റൂമിലോട്ട് കൊടുന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആൾ പറ്റ ടയേർഡായിട്ടുണ്ട്. കാരണം 5 മണിക്കൊക്കെ മാറ്റി നിൽക്കുന്നില്ല. അതും ഈ ഒരു വേഷം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇതെന്നൊക്കെ ഒന്ന് റിക്കവർ ആയി കഴിഞ്ഞാൽ തന്നെ ആൾക്കാരൊന്നും ഓക്കെ ആവുള്ളൂ. പിന്നെ അതാ വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മാൻ്റെ കൂടെ സംസാരിച്ചിരുന്ന ഓളും ആദ്യമായിട്ടാണ് വല്യമ്മാനെ ഇങ്ങനെ കാണുന്നത്. വല്യമ്മയും തന്നെ ആദ്യമായിട്ടാണ് അത് ഫോട്ടോ കാണുന്നല്ലാണ്ട് നമുക്ക് വേറെ മുട്ടാടിക്കലങ്ങാനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എല്ലാവരും കണ്ടു.
അതിനിടയിൽ വലിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. വലിയപ്പോൾ ഫുഡ് കഴിക്കുന്നത് അതാണ് ലേറ്റ് ആയത് വരാൻ. പിന്നെ വലിയപ്പോൾ വന്നു. വലിയപ്പാനെ കൂടെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവർക്ക് നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം അവരെ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4 പേരും കൂടെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥ ബന്ധപ്പെടുക. ഇസ്ഹാഖ് മാതൃകാ പ്രവർത്തനം നടത്തിയ താജു. സന അപ്പം മാഷാല്ലാ നമ്മൾ പെരയത്തെ ഫംഗ്ഷനൊക്കെ കണ്ട് കഴിഞ്ഞു. ആളും മേളൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മാത്രമുള്ള മുന്നാരത്തെ കണ്ട കസാരൊക്കെ തട്ടി മറിച്ചിട്ട് ഒരു മനുഷ്യനില്ല. അപ്പോൾ ഇതേ നമ്മുടെ കല്യാണ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ ടാറ്റാ.